അങ്ങനെ ടാസ്ക് ആരംഭിച്ചിരിക്കുന്നു. അങ്ങനെ തന്നെ ആദ്യ കൊലപാതകവും നടന്നിരിക്കുന്നു. കൊലയാളി നമ്മുടെ അപ്സരയാണ്. അതായത് നമ്മുടെ ജിൻഡോയുടെ ടീമിലെ പാവയാണ് നമ്മുടെ അപ്സര കൊന്നിരിക്കുന്നത്. നമ്മുടെ ജിൻഡോയുടെ ടീമുകാർ കിച്ചണറിൽ കൊണ്ട് വെക്കുകയാണ് നമ്മുടെ പാവയെ. അത് കണ്ടുകൊണ്ട് നന്ദനയുടെ ടീം അല്ലാണ്ട് വരുവാണ് ആക്രമിക്കാനായിട്ട് കേട്ടോ. അപ്പം അവിടെ നന്ദനയെ നമ്മുടെ ജാസ്മിനും ശ്രീതും ഒക്കെ പിടിക്കുന്നു. ജിൻഡോ അടുത്ത ആൾക്കാരെ പിടിക്കുന്നു. അങ്ങനെ അവിടെ ഉന്തും തള്ളും ഒക്കെ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് അപ്സര വന്ന് പാവയുടെ ബെല്ലും പൊട്ടിച്ചിട്ട് അങ്ങ് പോകും കേട്ടോ. അങ്ങനെ അവർ പുറത്താകുമെന്ന് എനിക്ക് തോന്നുന്നു. ഗെയിമിൽ നിന്ന് പുറത്താകുമെന്ന് എനിക്ക് ഇതുവരെ അറിയില്ല. എനിക്ക് തോന്നുന്നു അവരുണ്ടായിരിക്കാം. അവർക്ക് ഇനിയിപ്പോൾ പാവ ഇല്ലെന്നല്ലേ ഉള്ളൂ. അവർക്ക് മറ്റുള്ളവരുടെ പാവകൾ പൊട്ടിക്കാമായിരിക്കും. അതിനെക്കുറിച്ച് ഇതുവരെ ബിഗ് ബോസ് പറയുമായിരിക്കും. നമുക്ക് നോക്കാം. എന്തായാലും ഈ ആദ്യം പുറത്തായത് ജിൻഡോ ടീമാണ് കേട്ടോ. അപ്പോൾ അതോടെ തന്നെ ജിൻഡോയും ജാസ്മിനും തമ്മിൽ വഴക്കായി. അതായത് ജിൻഡോയുടെ ഐഡിയ ആയിരുന്നു കിച്ചണറി കൊണ്ട് വെക്കാം എന്നുള്ളത്. ജിൻഡോട് പറഞ്ഞതാണ് വെക്കേണ്ടെന്ന്. പിന്നെ ജാസ്മിൻ ആയതുകൊണ്ട് ജിൻഡോയിന് ഒട്ടും അനുസരിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കിച്ചണറി കൊണ്ട് വെച്ചു. അപ്പോൾ അവിടെ വെക്കുമ്പോൾ തന്നെ ആദ്യം പറയുന്നുണ്ട് ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ പൊട്ടാൻ ചാൻസ് ഉണ്ടെന്ന് ജാസ്മിൻ പറയുന്നു. ഇത് കേട്ടില്ല. പക്ഷേ അവിടെ കൊണ്ടുവെക്കുന്ന കണ്ടുകൊണ്ട് നന്ദനയൊക്കെ വരുമായിരുന്നു ആക്രമിക്കുക. അതുകൊണ്ട് അവർക്ക് ഈസി ആയിട്ട് പൊട്ടിക്കാനും കഴിഞ്ഞു. അതിൻ്റെ ഒരു വിഷമത്തിരിക്കുകയാണ് നമ്മുടെ ജിൻഡോയും ജാസ്മിനും ഒക്കെ. അപ്പോൾ അതിൻ്റെ വഴക്കുകളൊന്നും ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് നോക്കാം. അങ്ങനെ നമ്മുടെ ജാനു ആദ്യമേ കൊലപ്പെട്ടിരിക്കുകയാണ്. ഇനി എന്ത് എന്ന് നമുക്ക് നോക്കാം. കൂടുതൽ ലൈവ് അപ്ഡേഷന്മാർ ഉടനെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തുക.